ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. സഞ്ജു സാംസണ് കീഴിൽ മറ്റൊരു IPLന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ഉള്ളത്. പുതിയ താരങ്ങൾക്ക് അഥവാ ഡൊമസ്റ്റിക് താരങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നതിലും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും രാജസ്ഥാൻ റോയൽസ് ഒരിക്കലും മടി കാണിക്കാറില്ല. റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ എന്നിവരൊക്കെ പുതിയ ഉദാഹരണങ്ങളാണ്. ഏതായാലും ഇത്തവണയും ഒരു പിടി മികച്ച ഡൊമസ്റ്റിക് താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട 4 താരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ക്രിക്കറ്റസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം അത് ശുഭം ദുബെയാണ്. 30കാരനായ ഈ താരത്തിന് T20 ക്രിക്കറ്റിൽ എപ്പോഴും മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കാറുണ്ട്. T20 ക്രിക്കറ്റിൽ ആകെ 26 ഇന്നിംഗ്സുകൾ കളിച്ച താരം 652 റൺസ് നേടിയിട്ടുണ്ട്. 38 ആവറേജും 152 സ്ട്രൈക്ക് റേറ്റും താരത്തിന് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 4 ഇന്നിംഗ്സുകൾ കളിച്ച താരം 134 റൺസ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ രാജസ്ഥാനു വേണ്ടി 4 മത്സരങ്ങൾ ശുഭം ദുബെ കളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇമ്പാക്റ്റുകൾ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ അവസരം ലഭിക്കുകയാണെങ്കിൽ അത് മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ദുബെ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ താരം അത് കുമാർ കാർത്തികേയാണ്. 2022 IPLന്റെ കണ്ടെത്തലുകളിൽ ഒന്നാണ് ഇദ്ദേഹം. ലെഫ്റ്റ് ആം സ്പിന്നറായ ഇദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആകെ 12 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ടത്ര ഒരു മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മധ്യപ്രദേശിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ഈ താരത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 10 മത്സരങ്ങൾ കളിച്ച താരം 17 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിൽ 5 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകൾ വീഴ്ത്താൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനം IPLൽ പുറത്തെടുക്കാൻ ഈ സ്പിന്നർക്ക് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. മൂന്നാമത്തെ താരം അത് ആകാശ് മദ്വാളാണ്. അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനോടൊപ്പമാണ് ഉള്ളത്. 2023 മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് ആകാശ് മദ്വാൾ. 8 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. 5 മത്സരങ്ങളായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. പക്ഷേ യോർക്കറുകൾ കൊണ്ട് തൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കെൽപ്പുള്ള ഒരു താരമാണ് ആകാശ് മദ്വാൾ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഉത്തരാഖണ്ഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരവും ഇദ്ദേഹം തന്നെയായിരുന്നു. നാലാമത്തെ താരം മറ്റാരുമല്ല, തുഷാർ ദേശ്പാണ്ഡെയാണ്. കഴിഞ്ഞ 2 സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് തുഷാർ ദേശ്പാണ്ഡെ. 2023 16 മത്സരങ്ങളിൽ നിന്ന് 21 വിക്കറ്റുകൾ വീഴ്ത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ IPLൽ 17 വിക്കറ്റുകൾ ഇദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. ഒരൽപ്പം എക്സ്പെൻസീവ് ആകുന്നു എന്ന ഒരു പോരായ്മ മാത്രമാണ് താരത്തിന് ഉള്ളത്. 6.5 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഈ താരത്തെ സ്വന്തമാക്കിയിരുന്നത്. എത്രത്തോളം രാജസ്ഥാനിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. ഈ ഒരു 4 ഡൊമസ്റ്റിക് താരങ്ങൾക്ക് രാജസ്ഥാനിൽ തങ്ങളുടേതായ ഒരു റോൾ വഹിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഇല്ല. പക്ഷെ എത്രത്തോളം ഇവർക്ക് അവസരങ്ങൾ ലഭിക്കും, അത് മുതലെടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.